അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന നമ്മുടെ സീരീസ് 20 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മതവിരോധികളുടെ വെറുപ്പ് പ്രചരണം, നുണ, ഇതൊക്കെ എല്ലാ വീഡിയോകളിലും ഇങ്ങനെ കാണാറുള്ളതാണ്. നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു വീഡിയോ പോവുക, എടുത്ത് കാണുക, അതാണ് നമ്മളൊരു ചെയ്യാറുള്ളൊരു കാര്യം. അങ്ങനെ വീഡിയോ കണ്ടാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വെറുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഏരിയ ഉണ്ടാവും. അതേപോലെ തന്നെ നുണയുടെ ഒരു ഏരിയ എന്തായാലും ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ഒരു തവണ റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നോക്കും ഏത് നുണയാണ് എടുക്കേണ്ടത് നോക്കും. ഏതെങ്കിലും ഒരു വീഡിയോ റാൻഡമായിട്ട് കാണുന്ന നുണ ചൂസ് ചെയ്യും, നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ വിഷയങ്ങളിൽ ഒരു പുതിയ ട്രെൻഡ് കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് നുണകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിനിടയിൽ, വെറുപ്പ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഒരുപാട് ഡിഫെൻഡിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അവരുടെ ഡിഫെൻസിൻ്റെ റീസൺ, അല്ലെങ്കിൽ അവരിങ്ങനെ പിന്നിലേക്ക് പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ അവർക്ക് വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെയൊക്കെ റീസണായിട്ട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്ത് മൊത്തം അവരെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ആ വ്യക്തി തെറി പറയാണ്, പിന്നെ പേഴ്സണലി ഒരുപാട് അറ്റാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യാണ്. അപ്പോൾ അതാണ് അവരുടെ ചില പിന്നോട്ട് പോക്കുള്ള കാരണം എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യത്തിലുള്ള റെസ്പോൺസ്? ശരിക്കും ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിങ്ങൾ ഇവരുമായിട്ടൊക്കെ ആശയപരമായി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളാണ് കൂടുതലായിട്ടും നടക്കുന്നത്. അത്തരം ചർച്ചകളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ വ്യക്തിഹത്യകൾ, തെറിവിളികൾ എന്നുള്ളത് എവിടെയാണ് കാണാൻ പറ്റുക? ഇപ്പോൾ നമ്മളെ ചാനൽ ഇപ്പോൾ നമ്മൾ ഒരു അവകാശവാദമായി ഉന്നയിക്കുകയല്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചാനലൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് പോകാൻ പറ്റും. നമ്മൾ എടുത്ത വീഡിയോകൾ, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ചർച്ചകൾ, നമ്മൾ നടത്തിയ റിയാക്ഷൻ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അതിൽ എല്ലാം വിഷയാധിഷ്ഠിതമാണ്. തംബ്നെയിൽ മാത്രം നോക്കിയാൽ മതി. വീഡിയോ കാണാൻ പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ കാണണ്ട. ആ തംബ്നെയിൽ മാത്രം നോക്കിയാൽ, ഇനി വീഡിയോൻ്റെ അകത്തുമാണെങ്കിലും, ഇനി നമ്മുടെ ലൈവ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ലൈവ് ചർച്ചകൾ, അത് തന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഹെയ്റ്റ് ഉണ്ടാക്കുകയോ അല്ല. വളരെ ന്യായമായ സംശയങ്ങളുമായി ആളുകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മളോടുള്ള എതിരഭിപ്രായങ്ങളുമായി ആളുകൾ വരുന്നു, അത് ചർച്ച ചെയ്യുന്നു. അത് വളരെ മാന്യമായി ചർച്ച ചെയ്യുന്നു. പല ആളുകളും മനസ്സിലായി എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയുടെ അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ട്. അത് നമ്മളെടുക്കുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ചും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ വ്യക്തികൾ നമ്മുടെ വിഷയമാവാറുള്ളൂ. വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ വിഷയമാവാറുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി നിരന്തരം നുണ പറയുന്ന സമയത്ത് ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് നുണയെന്ന് വിളിക്കേണ്ടി വരും. അതെ, നമ്മൾ ഇനിയിപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടാവുക നുണയൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ട്, അതും സ്വയം ഞാൻ നുണയനാണെന്ന് പറഞ്ഞ ഒരാള്. അതേപോലെ തന്നെ പിന്നെ വെറുപ്പുൽപാദകർ എന്നുള്ള ഒരു ഇത്. അതല്ലാതെ പേഴ്സണലി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ എടുക്കാറില്ല. കാരണം ഇത് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താ, ആശയപരമായ ചർച്ചകളാണ് നടക്കേണ്ടത്. സ്വാഭാവികമായും വ്യക്തികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഭാഗത്താകട്ടെ ആ ഭാഗത്താകട്ടെ ഏത് ആശയത്തിനെ പ്രതിനിധീകരിക്കും, ഇപ്പോൾ രാഷ്ട്രീയക്കാരാകട്ടെ, എല്ലാത്തിലും വ്യക്തികൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു മോശം ട്രെൻഡാണത്. വ്യക്തികളിലേക്ക് ഇങ്ങനെ പോവുക, എന്നിട്ട് അവരുടെ പിന്നാലെ പോയി. അപ്പോൾ അത് ഒരിക്കലും, ഇപ്പോൾ കോൺഗ്രസിനാണ് നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള നേതാക്കന്മാർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നയങ്ങളെ എതിർക്കുക, അല്ലെങ്കിൽ അവരുടെ പോളിസികളെ എതിർക്കുക എന്നതിനപ്പുറത്ത് വ്യക്തികളിലേക്ക് പോകുക എന്നുള്ളത് ഒരു മോശം ട്രെൻഡായ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാറില്ല. എന്നിട്ടും നമ്മൾ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിം സംഘടനകൾ അവരൊന്നും ഇത്തരം വിഷയങ്ങളെ പറഞ്ഞ ചില കൂട്ടത്തിലെ ചില ആൾക്കാർക്ക് വിചാരം അവർ പറയുന്നതാണ് ഇസ്ലാമിക സംഘടനകളുടെയും മുസ്ലിം സംഘടനകളുടെയും അജണ്ട, അവരുടെ പ്രമേയങ്ങളൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വെച്ചത് അവർ പ്രമേയമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ആക്ച്വലി ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ സംഘടനാപരമായിട്ട് വ്യത്യസ്ത ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവരൊന്നും ഇതിനെപ്പറ്റി കൺസേൺഡേ അല്ല. അവരിതിനെ നമ്മൾ പറഞ്ഞെടുക്കാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ വീഡിയോ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഇപ്പൊ എന്താ അവിടെ നടക്കാവുന്ന ചർച്ചകളുടെ ഒരു ബ്രീഫ് പറയാൻ പറയും. എന്നല്ലാതെ മുസ്ലിം സംഘടനകൾക്ക് അറിയ പോലില്ല എന്നുള്ളതാണ്. സമുദായ സംഘടനകൾക്കാകട്ടെ, രാഷ്ട്രീയ സംഘടനകൾക്കാകട്ടെ, അല്ലെങ്കിൽ മതസംഘടനകൾക്കാകട്ടെ, അവരുടെ അജണ്ടയിൽ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ യൂട്യൂബിലുള്ള ഈ പരിപാടികൾ എന്ന് പറയുന്നത്. പക്ഷേ പല ആളുകൾക്കും തോന്നുന്നത് വെച്ചാൽ തങ്ങൾക്ക് ചുറ്റുമാണ് ലോകം കറങ്ങുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് അവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഉമ്മത്ത്
ഉമ്മത്ത് മൊത്തം ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. ഉമ്മത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഞാനാണ് ഞാനാണ് എന്ന് വിചാരിച്ചിടക്കുന്ന ചില ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇതിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ അജണ്ടയിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് ഇപ്പോൾ നമ്മളെ പോലെയുള്ള ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ചെയ്യാറുണ്ട്, മറ്റു പല ചാനലുകളും അത്തരത്തിൽ ഇടപെടാറുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കുറേ വിഷയങ്ങൾ ഞാൻ ചിലത് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് പേരെന്നെ പറയുന്നില്ല. അതല്ലാതെ ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യുക്തിവാദി നേതാവും അതേപോലെ തന്നെ ഒരു നേതാവിൻ്റെ മകനും ആയിട്ടുള്ള ഒരു വ്യക്തി പോളണ്ടിൽ ഇപ്പോൾ അറസ്റ്റിലാണ്. സാമ്പത്തിക തട്ടിപ്പും മറ്റു കാര്യങ്ങളുടെ പേരിൽ അറസ്റ്റിലാണ്. നമുക്കതിന്റെ ലീഗൽ സ്റ്റാറ്റസ് അറിയില്ല. അതെ, അത്തരത്തിലുള്ളൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ പിന്നെ എറണാകുളത്ത് ഒരു സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് യുക്തിവാദികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ വളരെ മോശമായി പിന്നെ തുല്യതയില്ലാത്ത രൂപത്തിൽ ഇസ്ലാമിനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ എന്ന് സ്വയം വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അവരുടെയൊക്കെ പേരിൽ ഒരുപാട് ഒന്നിലധികം സാമ്പത്തിക ഒരു വിവാഹത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ പിന്നെ വേറൊരാളെ കുറിച്ച് അയാൾ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ലക്ഷങ്ങൾ തട്ടിച്ചു, മില്യണുകളാണ് കേൾക്കുന്നത്. ലക്ഷങ്ങളിൽ കുറഞ്ഞ പരിപാടികളൊന്നും ഇല്ല. പിന്നെ വേറൊരാളെ സംവാദം എന്ന് പറഞ്ഞു കണ്ട് പൈസ തട്ട്, ഇതൊന്നും നമുക്ക് എന്താ മനസ്സിലായില്ല. വെറൈറ്റീസ് ഓഫ് വിഷയങ്ങൾ. ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നെങ്കിൽ, രാഷ്ട്രീയ നേതാക്കളായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഹോട്ട് ടോപ്പിക്കായി ചാനലുകൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. പക്ഷെ ഇതൊക്കെ ഹോട്ട് ടോപ്പിക് എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു സംവാദത്തിന്റെ പേരിൽ പൈസ, അപ്പൊ അതൊക്കെ എങ്ങനെ അതിന്റെ ഇടയിൽ പൈസ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ. അതേപോലെ തന്നെ വേറൊരു വിഷയം കണ്ടതെന്ന് വെച്ചാൽ ഒരു മതവിമർശകനായ ഒരാളുടെ, പിന്നെ ഒരു വെറുപ്പുൽപാദകനായ ഒരാളുടെ ഉമ്മയെ വിളിച്ചിട്ട് ഉമ്മ സ്വാഭാവികമായിട്ടും പറയുന്ന കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ക്ലിപ്പായിട്ട് ചില ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ശരിതെറ്റുകൾ വേറെ തന്നെയാണ് കേട്ടോ. അത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഇപ്പം ഈ ഞാൻ പറഞ്ഞത് ഏതാനും 1-2 മാസത്തിനുള്ളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഇത് നടന്നിട്ട് കുറച്ച് കാലമല്ല, ഇപ്പോൾ ഒരു 2-3 മാസമായി ഈ ചർച്ചകൾ നടക്കുന്നു. നമ്മൾ അതിനിടയിലും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ലൈവ് നടത്തിയിട്ടുണ്ട്. ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ കാണാൻ പറ്റും, ഒന്ന് പരാമർശിച്ചതായിട്ടെങ്കിലും കാണാൻ പറ്റും. കാരണം ഇതിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് പൊതുവായൊരു ചാനലും അല്ല. യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, എക്സ്മുസ്ലിങ്ങൾ എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ ചർച്ചകൾ മാത്രം നടത്തുന്ന ചാനലാണ് നമ്മുടേത്. ഇതുപോലെ വേറെയും ചാനലുകളുണ്ട്. മുസ്ലിം സമുദായത്തിൽ തന്നെ വേറെയും ഒരുപാട് വിഷയാധിഷ്ഠിതമായി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഇതിലേതിലെങ്കിലും ഇത് പരാമർശിച്ചിട്ടെങ്കിലും ഉണ്ടോ? അപ്പൊ ശരിക്കും എന്താ സംഭവം? നമ്മളിപ്പോ ഈ വിഷയം ഇവിടെ പറയാൻ തന്നെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുണ്ടാക്കിയിരിക്കുന്ന നെറേറ്റീവാണ്. ഞങ്ങളെല്ലാവരും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു, ഉമ്മത്ത് മുഴുവൻ ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളെ പേഴ്സണലി തകർക്കാനാണ് ഉമ്മത്ത് നിൽക്കുന്നുള്ള ഈ ഒരു നെറേറ്റീവ് അതിനോട് പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം പരാമർശിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് ആലോചിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ആളുകൾക്കൊന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുക്തിവാദികൾ എങ്ങനെയെങ്കിലും താറടിക്കുക, അതിൻ്റെ മെറിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ എങ്ങനെയെങ്കിലും അവരെ മോശമാക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ വീഡിയോ ആക്കാം, വീഡിയോ എന്നല്ല, മാസങ്ങളോളം ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് എന്താ, ഇതൊക്കെ നമ്മൾ ഈ ചർച്ചകളൊക്കെ പല ആളുകൾക്ക് നമുക്ക് അയച്ചു തരാറുണ്ട്. ചിലതൊക്കെ നമ്മൾ നോക്കാറുണ്ട്, ചിലത് നോക്കാൻ തന്നെ പറ്റാറില്ല. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ അത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വ്യക്തികൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവാം. പക്ഷെ നമ്മളതല്ലല്ലോ നമ്മുടെ ഒരു ഫോക്കസ്. ഇന്ന വ്യക്തിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ഇന്ന വ്യക്തിയെ മോശക്കാരനാക്കുക, ഇന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളും ശരിയല്ല, ഇന്ന വ്യക്തിയെ ഇറ്റ്സെൽഫ് മോശമാണ് എന്ന് തെളിയിക്കലല്ലോ നമ്മളെ ലക്ഷ്യം. നമ്മൾ പറയുന്ന അവർ പറയുന്ന ആശയങ്ങൾ അതിലെന്തുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അവർ നുണ പറയുന്നുണ്ട്, അങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ ചാനൽ നോക്കിയാൽ നുണ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നുണകളുടെ കളക്ഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 20 എപ്പിസോഡ് അതായിട്ടുണ്ട്. 20 എപ്പിസോഡാണ് അതായിട്ടുള്ളത്. അതിൽ ചിലതിലൊക്കെ ഒന്നിലധികം നുണകൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം ആളുകളുടെ നുണകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നുണ സീരീസ് അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ട് ചെക്ക് സീരീസ്, ഇപ്പോൾ ഈ പ്രമാണങ്ങളെ വെച്ച് ഖുർആനെ ഹദീസിനെ കുറിച്ച് പറഞ്ഞ നുണകളാണ് നുണ സീരീസിലുള്ളത്. അതല്ലാതെ മുസ്ലിങ്ങളെ കുറിച്ച് രാഷ്ട്രീയപരമായിട്ടും അതല്ലാതെ പൊതുവായി പറഞ്ഞിട്ടുള്ള നുണകൾ അത് ഫാക്ട് ചെക്ക് സീരീസിൽ നമ്മൾ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ വിമർശനങ്ങൾ വസ്തുതകൾ എന്നുള്ള സീരീസ് അത് കുറച്ചും കൂടി പ്രാമാണികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. ഇങ്ങനെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫോക്കസ്. അപ്പൊ അതിനെന്നെ സമയം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് നുണ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു സീരീസ് നുണ വേണമെങ്കിൽ ചെയ്യാനുള്ള അത്രയും കണ്ടന്റ് ഉണ്ടാവും. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും. നമുക്ക് എപ്പോഴെങ്കിലും ആഴ്ചയിൽ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യുക. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം തന്നെ കിട്ടാറില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത് മൊത്തം അങ്ങോട്ട് മാറ്റിവെച്ച് ഉമ്മത്ത് മൊത്തം ഞങ്ങൾക്കെതിരെ വ്യക്തിഹത്യയുമായി ഇറങ്ങിയിരിക്കുന്നു, തെറിവിളിയുമായി ഇറങ്ങിയിരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇപ്പം ഇവിടെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു
പിന്നെ എന്താ എക്സ് മുസ്ലിം അല്ലെങ്കിൽ യുക്തിവാദി നേതാവിൻ്റെ ഒക്കെ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ആശയപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ അവരിതാ വ്യക്തിഹത്യയുമായും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ആളെ നമ്മൾ കഴിഞ്ഞ നുണ പിടിച്ച സമയത്ത് ഒരു നുണ അയാളുടെ പിടിച്ചു, എന്നിട്ട് അയാൾ അതിനോട് ഗത്യന്തരമില്ലാതെ പ്രതികരിക്കേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ആ പ്രതികരണത്തിലുള്ള നുണകളടക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഈ നുണ നിങ്ങൾ തഫ്സീറിൽ കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ പൂട്ടാന്ന് വരെ പറഞ്ഞിരുന്നു. പിന്നെ അയാൾ ആ മറ്റേ വീഡിയോൻ്റെ തന്നെ അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സമയം ചെലവെക്കാൻ എനിക്കില്ല, എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ആശയപരമായ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് സമയമില്ല, അത് മറുപടി ഒന്നും നോക്കാൻ സമയമില്ല. പിന്നെ ഇപ്പോൾ ഇത് തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ വ്യക്തി തന്നെ ഒരു ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഖുർആനിനെ വരികൾക്കിടയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറേ തവണ പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ വേറൊരു വ്യക്തി, ഇപ്പോൾ ഷമീർ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം ഓരോ ക്ലാസ്സിനും മറുപടി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇയാൾക്ക് ഈ ആശയപരമായ ചർച്ചയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇയാളുടെ പരാതി എന്താ? ആശയപരമായ ചർച്ചകൾക്ക് ആരും വരുന്നില്ല, അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് വ്യക്തിഹത്യ ഇറക്കും. ആശയപരമായ ചർച്ചയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മറുപടിയായി ഇറക്കിയിട്ടുള്ള ഈ ക്ലാസ്സുകൾക്ക് മറുപടി പറയും. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പറ്റി നിങ്ങൾ നുണ പറഞ്ഞതാണെന്ന് എടുത്തു പറഞ്ഞ വീഡിയോകൾക്കെങ്കിലും മറുപടി പറയും. അതിൽ തന്നെ 1-2 എപ്പിസോഡുകൾക്ക് മാത്രമാണ് ആളുകൾ നിരന്തരം നുണയാണെന്ന് പറയുന്നുണ്ടല്ലോ, നുണയാണെന്ന് കുറെ കേൾക്കുന്നുണ്ടല്ലോ, ഇത് ഉള്ളത് തന്നെയല്ലേ, നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നിരന്തരം റെസ്പോണ്ട് ചെയ്ത്. അതല്ലാത്ത അനേകം നുണകൾ നിങ്ങൾ പറഞ്ഞു തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, അതിന് മറുപടി പറയും. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾക്ക് മറുപടി ക്ലാസ് പറഞ്ഞതിന് മറുപടി പറയും. അതൊന്നും മറുപടി ഇല്ല. അവിടെയൊക്കെ എനിക്ക് വേറെ തിരക്കുണ്ട്, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ വന്നിരിക്കുന്നത് എന്ന് പറയുകയും അതേസമയം ഇത്തരം ഒരു വിഷയം എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ കണ്ടോ എല്ലാ ഉമ്മത്തും മുസ്ലിം സമുദായം ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിന് മൊത്തം കണ്ട് അടിക്കാൻ വരും. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഈ വ്യക്തിയോട് മാത്രമല്ല, വേറെ സ്വയം പ്രഖ്യാപിതം എന്ന് പറയാൻ പറഞ്ഞത് അതിനേക്കാൾ ഭയങ്കര രസമാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഉമ്മയെ വിളിച്ചുകൊണ്ട്, അതെ ഉമ്മത്ത് മൊത്തം ഇപ്പോൾ ഉമ്മാനെ വിളിക്കുകയാണല്ലോ, ഒരാൾ ഉമ്മാനെ വിളിച്ചിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടതിനാണ് പറയുന്നത് ഉമ്മത്ത് മൊത്തം എൻ്റെ ഉമ്മാനെയും ഒക്കെ എടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കുക. അത് കേട്ടപ്പോ സത്യം പറഞ്ഞു ഓഡിയൻസ് കേട്ടാ ചിരിച്ചു. ഈ സ്വയം പ്രഖ്യാപനം നോണാൻ പറയാണ്, ഞാൻ സത്യമായിട്ട് പറയണത്. ഈ കണ്ടിട്ടില്ല വീഡിയോയില്ല, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത്, ആശയപരമായി തെറ്റ്. ഇതേ ആളാണ് നമ്മൾ അന്ന് നുണ പിടിച്ച് നേരത്തെ പറഞ്ഞ ആളെ പോലെ തന്നെ ഇയാളി കുറെ നുണ പിടിച്ചിട്ട് ഗത്യന്തരമില്ലാതെ മറുപടി പറയേണ്ട ഒരു നുണക്ക് മറുപടി പറയുന്നതിനിടയിൽ പറഞ്ഞ് ഞാൻ അങ്ങനെ കുറെ നുണ പറയും, അങ്ങനെ നുണ പറയുന്ന ആളാണ് പറയണത്. എന്താ വെച്ചാല് ഇയാളുടെ ഒരു ഓഡിയൻസ് ചിലപ്പോ നമ്മളതൊന്നും കേൾക്കാത്ത ഓഡിയൻസ് ഉണ്ടാവില്ല. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താ, കണ്ടോ ഇയാള് ഉഷാറാണ്, അങ്ങനെ നുണൊന്നും പറയാത്ത നല്ലൊരു പ്രശ്നമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആശയപരമായി മാത്രം കൈകാര്യം ചെയ്യുന്ന, അതിന് ഉമ്മത്തിനൊന്നും മറുപടി ഇല്ലാത്ത, എന്നിട്ട് ഇപ്പൊ ഉമ്മാനെ വിളിച്ചിട്ട് എങ്കിലും പ്രതിരോധിക്കാൻ. ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റാതെ, ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റാതെ ഉമ്മത്ത് ഇങ്ങനെ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യും, ആ ഉമ്മാനെ വിളിക്കാം എന്ന് വിചാരിച്ച് ഉമ്മാനെ വിളിച്ചാന്നായിരിക്കും ഒരു വിചാരം. അപ്പോൾ അതാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ സ്വയം പ്രഖ്യാപിത നുണേൻ്റെ നുണകളോണ്ട് ഇങ്ങനെ ചറപറ നുണകളാണ്. അപ്പൊ അത് അയാളെ നമ്മള് കഴിഞ്ഞൊരു എപ്പിസോഡിലൊക്കെ പിടിച്ച സംഭവം അതിനൊന്നും പിന്നെ പ്രതികരിച്ചിട്ടേ ഇല്ല. അപ്പൊ ഏതായാലും ഇടയ്ക്കൊക്കെ ChatGPT ഒക്കെ എടുക്കണം കേട്ടോ, ഞങ്ങൾ കാത്തിക്കാണ്. അപ്പൊ എന്തായാലും അത് അങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള നമ്മൾ എത്ര നുണകൾ പിടിച്ചു അത് ഇല്ല, പിന്നെ നമ്മൾ സംവാദത്തിന് വിളിച്ചു അതിനൊരു പ്രതികരണം ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത്, ഞങ്ങളോട് മുട്ടി നിൽക്കാൻ പറ്റാതെ, ആശയപരമായി വിട്ടു നിൽക്കാൻ പറ്റാതെ ഇതാ ഇപ്പോൾ വ്യക്തിഹത്യയുമായി ഇറങ്ങിയിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ പൈസ പോയി, അപ്പോൾ അയാളത് ഉന്നയിക്കും. അപ്പോൾ ആ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 2 കാര്യമുള്ളൂ. ഇപ്പോൾ തെറിവിളി, അതുപോലെ തന്നെ ഈ സാമ്പത്തികമായ ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മാനെ വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് നിങ്ങൾക്ക് 2 രൂപത്തിലാണ്. അത് നിങ്ങളെ ബാധിക്കുന്നതേ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഓരോ വിഷയത്തിൻ്റെയും മെറിറ്റിലേക്ക് നമ്മൾ പോകേണ്ട, അത് വ്യക്തിപരമായ വിഷയങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളതിൽ പൂർണ്ണ നിരപരാധികളാണെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, കാരണം അത് എല്ലാ നിയമപരമായിട്ട് അവർക്ക് നീങ്ങട്ടെ, അങ്ങനെ ആ രൂപത്തിൽ ഇഗ്നോർ ചെയ്യാം. അല്ലെങ്കിൽ ഡീലിറ്റ്, ഇഗ്നോർ ഇറ്റ് ഓർ ഡീലിറ്റ്. ആ ഒരു സംഭവത്തെ ഒന്നുകിൽ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഡീൽ ചെയ്യുക. ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നിരപരാധികളാണെന്നിട്ട് അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക.
അപ്പോൾ അതിന് പകരം ഇത് മൊത്തത്തിൽ ഇത് രണ്ടും ചെയ്യാതെ ഇതിന് മൊത്തത്തിലായിട്ട് ഉമ്മത്തിനായിട്ട് കൊടുക്കുക, സമുദായത്തിന് കൊടുക്കുക. മുസ്ലിം സമൂഹം ഇങ്ങനെയാണ്. അത് മുസ്ലിം സമുദായത്തിന് വളരെ കുറച്ച് ആളുകൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ഈ മറ്റേ സംവാദത്തിന് 5 ലക്ഷം എന്നുള്ള സംഭവം, ആ പോയ ആളും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുമാണ് എന്ത് ചെയ്യുന്നത്, ആ വിഷയം റേസ് ചെയ്യുന്നത്. ഇതിപ്പോ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ സംവാദ 5 ലക്ഷത്തിന്റെ വിഷയം കുറച്ച് മുന്നേ വരെ നമ്മുടെ അടുത്തേക്ക് ഇൻഫർമേഷൻ എത്തിയിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. നമ്മളത് അപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനെ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മെറിറ്റാണ്. കാരണം എന്താ വെച്ചാൽ അതിപ്പോ അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവരത് ഡിലീറ്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഏരിയ. കേസ് കൊടുക്കട്ടെ. അത് ഒന്നാമത് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് പോയിട്ട് 5 ലക്ഷം കൊടുക്കുക. ഇപ്പൊ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, ജഡ്ജിയാണെന്ന് പറഞ്ഞോ, പോലീസുകാരനാണെന്ന് പറഞ്ഞോ ഒക്കെ, പിന്നെ കോടതിയാണെന്ന് പറഞ്ഞോട്ടൊക്കെ, സംവാദത്തിനാണെന്ന് പറഞ്ഞോ ഒക്കെ തട്ടിപ്പ് നടക്കാം. അല്ലെങ്കിൽ തട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുക. അത് എന്ത് ചെയ്യണം, ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആവേശത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുക. അപ്പൊ പൈസ കൊടുത്ത് അതിൽ തൃപ്തി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അധ്വാനിക്കാത്ത പൈസ കയ്യിൽ വെക്കാതിരിക്കുന്നതാണ്. അപ്പൊ ഏതായാലും അതെന്തോ ആവട്ടെ, ആ വിഷയത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അതങ്ങനെ സംഭവം നടന്നു. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ അതങ്ങനെ ചെയ്യേണ്ട തന്നെ, പൈസ കൊടുക്കേണ്ട തന്നെ ഇല്ലായിരുന്നു. എന്തിനാണ് വെറുതെ പോകുന്നത്? നമ്മളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ അയാൾക്ക് പിന്നെ അയാൾ സംഭവത്തിന് പോവാന്ന് പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തത്, ഇപ്പം സംഭവത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അത് വേണം തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ അത് വിഷയമാക്കും. അപ്പം ആ വിഷയമാക്കുന്ന ആളുകൾ ഇത് ഏതൊരു വിഷയത്തിലും ക്രയവിക്രയമായിട്ട് ബന്ധപ്പെട്ട, ഇതിപ്പോ ബിസിനസ്സിൽ നമുക്കിത് കേൾക്കാം. അതേപോലെ തന്നെ ഒരുപാട് എവിടെയൊക്കെ സമ്പത്തുണ്ടോ, എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ അവിടെയൊക്കെ കേൾക്കാവുന്ന വിവിധ തട്ടിപ്പുകൾ. സ്വാഭാവികമായിട്ടും തട്ടിപ്പിന് പറ്റുന്ന രീതിയിലൊരു ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന പല വിധത്തിലുള്ള തട്ടിപ്പ്. സമതിന്റെ അടുത്ത് ഞാനൊരു പിന്നെ കടമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിഷയമായിട്ടോ ഇപ്പൊ സംവാദത്തിന് വരാന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു 2 ലക്ഷം വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പം അതിൽ സമതിന് തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് സമത് റേസ് ചെയ്യും. അപ്പൊ റേസ് ചെയ്യുമ്പോൾ അതിനെ ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യുക, അതിന്റെ മെറിറ്റിൽ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. ഇതല്ലാതെ സമത് ഇങ്ങനെ റേസ് ചെയ്യുന്നുള്ളത് കൊണ്ട് സമതിന്റെ സമുദായത്തെ മൊത്തം ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം. അതാണ് നമ്മൾ റേസ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തെ ഡീൽ ചെയ്യുക, ആ വിഷയത്തെ ഡീൽ ചെയ്ത് തീർക്കുക എന്നതല്ലാതെ അത് ഡീൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികൾ ഉണ്ടാവുന്നു, അതൊക്കെ മുസ്ലിങ്ങൾ തെറി പറയുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താ വെച്ചാൽ ഏത് സമുദായത്തിലാകട്ടെ, ഏത് കമ്മ്യൂണിറ്റിയിലാകട്ടെ, പല തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കാണുന്നല്ലേ, അപ്പോൾ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ എടുക്കാം, അവരുടെയൊക്കെ ഈ സൈബർ ആർമികളെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സംഘടനകളോട് തന്നെ ഒരു പിക്ചർ തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാൽ അത്രയും, കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യരുടെ ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ മനുഷ്യരെപ്പോഴും ഒരു സംഘമായിട്ടോ ഒരു ടീമായിട്ടോ മാറിക്കഴിഞ്ഞാൽ അവർ നേരെ അടുത്ത ടീമിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും പോയിന്റുകളിലേക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ അണികൾ എത്രത്തോളം ഈ കോർ ഐഡിയയിൽ നിന്ന്, ഏത് സംഘടനയായിക്കോട്ടെ, കോർ ഐഡിയയിൽ നിന്ന് അണികൾ എത്രത്തോളം അകലെ പോകുന്തോറും അവർക്ക് ഈ ഐഡിയോളജിയോടോ ഈ ആശയത്തോടുള്ള പ്രതിബദ്ധതയേക്കാൾ കൂടുതൽ ഞങ്ങളെന്ന സംഘത്തോടായിരിക്കും പ്രതിബദ്ധത. ഞങ്ങളൊരു ടീം, നിങ്ങൾ വേറെ ടീം. സോ ഫുൾ ആ ഒരു ഫൈറ്റിനായിരിക്കും അവർക്ക് താല്പര്യം. അത് എവിടെ മനുഷ്യൻ കൂടിയോ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുട്ബോൾ ടീമിന്റെ ഫാൻ ഫൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റും, നടന്മാരുടെ ഫാൻസ്, അതിലൊക്കെ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലായിടത്തും ഉള്ളതാണ്. കുറച്ച് ആളുകൾ ഈ പറഞ്ഞതുപോലെ പിന്നെ തെറി വിളിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ. പിന്നെ മറ്റൊരു ഇവർക്കുള്ള ഫോളോവേഴ്സ് ഇപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇയാളുകളെ പറ്റി എന്ത് വാർത്ത ഉണ്ടെങ്കിലും ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് ഇതൊരു വിഷയമാക്കും, വിവാദമാക്കും. അതിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു മതപരമായിട്ടുള്ള വിമർശനോ സപ്പോർട്ടിങ്ങോ ഒരു അഫിലിയേഷനും ഇല്ലാത്ത ആരെ പറ്റിയാണെങ്കിലും, നിങ്ങൾ ചെറിയ ഇൻഫ്ലുവൻസ് എടുത്തായി ഒരു 20,000-30,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസ് എടുത്താൽ പോലും ആ ഇൻഫ്ലുവൻസിന്റെ വീട്ടിലത്തെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ പോലും വലിയ സംഭവമാക്കി വരുന്ന ഫോളോവേഴ്സിനെ കാണാൻ പറ്റും. അപ്പൊ ഈ ആളുകൾ പറയുന്നത് കേൾക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ ആളുകൾ പറയുന്ന കേൾക്കുന്ന, ഈ ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുന്ന കുറെ ആളുകൾ കേൾക്കുകയാണ്. ഞങ്ങൾ ഇത്ര കാലം കണ്ട ഇയാള് ഇങ്ങനെ ഒരു ആരോപണം ഇയാളെ പേരിലുണ്ട്, അവിടെ ആ വിഷയം വിവാദമാവും, ഇങ്ങോട്ടും ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ പേരിലാകട്ടെ, മതത്തിന്റെ പേരിലാകട്ടെ, മതമില്ലായ്മയുടെ പേരിലാകട്ടെ, എന്തിന്റെ പേരിൽ പിന്നെ സംഘടിച്ചവരാണെങ്കിലും അവരിൽ എന്തുണ്ടാവും, ചെറിയൊരു ഫ്രാക്ഷൻ ഈ രൂപത്തിൽ കാര്യങ്ങൾ പിന്നെ തെറി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡീൽ ചെയ്യുന്നവരുണ്ടാവും. വ്യക്തിപരമായി കാര്യങ്ങളെ വല്ലാതെ ടേക്ക് ചെയ്ത് ഡീൽ ചെയ്യുന്നവരുണ്ടാവും. അതല്ലാതെ ആശയപരമായി ഡീൽ ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. അപ്പം ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളിൽ ഈ ചെറിയ ഫ്രാക്ഷനെ മാത്രം എടുത്തിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, കേരളത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, അതിൽ നിന്നും ഈ ഒരു ഫ്രാക്ഷൻ എടുത്തിട്ട് അതിനെ സൂം ചെയ്തിട്ട് ഇതാണ് മുസ്ലിം സമുദായം, ഇതാണ് യഥാർത്ഥത്തിൽ വെറുപ്പുൽപാദനം എന്ന് പറഞ്ഞാൽ.
ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ആശയപരമായി മാത്രം വിമർശിക്കുന്നവരാണ്. വേറെ കുറേ ആൾക്കാരുണ്ട്, അവർ എന്താണ്, അവർ വെറുപ്പുൽപാദകരാണ്, ഞങ്ങള് മറ്റേ നല്ല വിമർശകർ, ഒരു മോശം വിമർശകർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മോശം വിമർശകർ ചെയ്യുന്ന എന്താണ്, കമ്മ്യൂണിറ്റിയെ കുറ്റം പറയും, മുസ്ലിങ്ങളെ കുറ്റം പറയും, വെറുപ്പുൽപാദിപ്പിക്കും. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള വെറുപ്പ്. അതായത് ഈ ചെറിയ ഫ്രാക്ഷൻ ഇവരെ തെറി പറയുന്ന കുറച്ച് ആൾക്കാർ അവരെടുത്തിട്ട് അതിനെ സൂം ചെയ്തിട്ട് ഇതാണ് മുസ്ലിം സമുദായം, ഇതാണ് ഉമ്മത്ത്, ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, മുസ്ലിം സമുദായം ഒരു വിമർശനം വന്നാൽ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുക. ആര് കുറച്ച് ആൾക്കാർ ഇതാണ് വെറുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബാസിൽക്കഞ്ച് ഒരു നെഗറ്റീവ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ബാസിൽക്കയുമായിട്ട് ഡെഫിനേഷൻ ചേർന്ന് നിൽക്കുന്ന മുസ്ലിംസ് തന്നെ എടുക്കാം, മുസ്ലിംസിലേക്ക് മൊത്തം ചേർക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെറുപ്പ് പ്രചരണം എന്ന് പറയാം. മാത്രമല്ല ഇവർ ചെയ്യുന്ന ഒരു കാര്യം അതാ, ഇവരെ ആശയപരമായിട്ട് പോലും എതിർക്കുന്ന ആളുകളെ ജിഹാദികൾ എന്ന് വിളിക്കുക. അപ്പോൾ ജിഹാദി എന്നുള്ള ഇവരുടെ ഉദ്ദേശത്തിൽ അത് പ്രശ്നമാണ്, ഒരു തീവ്രവാദി എന്നുള്ള ഒരു ടേമിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെ എതിർക്കുന്നവരൊക്കെ ജിഹാദികൾ. എന്നിട്ട് പറയണ്ട, ഞങ്ങൾ ജിഹാദികളെ മാത്രമേ എതിർക്കുന്നുള്ളൂ, അവരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള വളരെ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിലുള്ള വെറുപ്പുൽപാദകമാണ്, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സാമൂഹികമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണ്, ഞങ്ങൾ മാന്യന്മാരാണ്, മറ്റവനാണെന്ത് പ്രശ്നക്കാരൻ എന്നുള്ളത്. ഇത് രണ്ടു കൂട്ടരും ചെയ്യുന്ന ഒരേ കാര്യമാണ്. ഒരു സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഇവരിങ്ങനെയാണ്, ഇവരുടെ ക്വാളിറ്റി ഇങ്ങനെയാണ്, ഇവർ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് പറയുന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇവർ എടുത്തുകൊണ്ട്. വെറുപ്പ് പ്രചരണത്തിന്റെ രണ്ട് തലങ്ങൾ, രണ്ട് രീതികൾ മാത്രമാണെന്നുള്ളതാണ്, അല്ലാതെ ഇവർ തമ്മിൽ വേറെ അത്യന്തികമായ മറ്റോന് പിന്നെ വളരെ സ്ട്രൈറ്റ് ആണ്. മുസ്ലിങ്ങളെ പേടിക്കണം, മുസ്ലിങ്ങൾ പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരിട്ട് പറയും. ഇവരെന്ത് പറയും, ഇവർ പറയും മുസ്ലിങ്ങളാണ് പൊട്ടൻഷ്യൽ ജിഹാദികളെന്നല്ല, പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ കണ്ടോ ഇവന്റെ പ്രതികരണം കണ്ടോ, ഇവരെല്ലാം അങ്ങനെയാണ് ഇതാണ് ഉമ്മത്തിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ തെറിവിളി, വ്യക്തിഹത്യ ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ് ഈ നേരിട്ടുള്ള അക്രമങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, കൈവെട്ട്, അതുപോലെ തന്നെ തലവെട്ട്, അങ്ങനെയുള്ള വിഷയങ്ങൾ. ഇതിനെയും ഇവരെന്താ ചെയ്യാം, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, ഇപ്പോൾ ആ ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയെ നിന്ദിച്ച ആ വ്യക്തിയെ കൈ പോയി വെട്ടി. അപ്പോൾ ആ ചെയ്ത വ്യക്തികൾ ഏതാനും കുറച്ച് ആളുകളാണ്. അവരെ പിന്തുണക്കുന്ന ആരെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റൂല. മാത്രമല്ല അതിനെതിരായിട്ടാണ് മുസ്ലിം സംഘടനകൾ മൊത്തം ക്യാമ്പയിൻ നടത്തിയത്. അത് കൈവെട്ട് എന്ന് പറയുന്ന ഇസ്ലാം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം മൊത്തം ഓടി നടക്കരുത് മുസ്ലിം സംഘടനകൾ ആ സമയത്ത്, എല്ലാ മുസ്ലിം സംഘടനകളും. അപ്പോൾ ആ രൂപത്തിൽ പ്രതികരിച്ചവരാണ് മുസ്ലിങ്ങൾ. എന്നിട്ട് ഇവരെന്താ ചെയ്യുക, ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ വിമർശനങ്ങളോടുള്ള പ്രതികരണത്തിന്റെ എക്സാമ്പിൾ ഒന്ന് കൈവെട്ട്, രണ്ട് പിന്നെ അവിടെ ഇവിടെയുള്ള കുറച്ച് തെറികൾ, പിന്നെ ചേകനൂരിനെ പറയാം. അത് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള ഒരു വിഷയമാണ്, എന്നാലും ഇവർക്കത് ലീഗലി ഒരു തെളിവില്ലാത്ത വിഷയമാണ്. അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ ഒരു മെറിറ്റ് നമുക്കറിയില്ല. അപ്പൊ ഏതായാലും അങ്ങനെയുള്ള കുറച്ച് കേസ്, ഈ മൂന്ന് കേസ് വെച്ചിട്ടാണ് പറയുന്നത് മുസ്ലിം സമുദായം ഇങ്ങനെയാണ്. എന്നാൽ അതേ സമയത്ത് പിന്നെ ഒരു ഹൈന്ദവ സമുദായത്തെടുത്തൊക്കെ അല്ലെ ക്രൈസ്തവ സമുദായത്തെടുത്ത് ഇതൊന്നും ജനറലൈസ് ചെയ്യില്ല. അപ്പോൾ കളമശ്ശേരിയിലുള്ള ഭീകരാക്രമണം കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം. ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ചർച്ചയിൽ ക്രൈസ്തവ സമുദായം എന്ന് പറഞ്ഞാൽ മാർട്ടിനെ പോലെ പേടിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരുത്തനെയും കാണാൻ പറ്റില്ല. ഇതിന് ചരിത്രപരമായിട്ടുള്ള വായനയാണെങ്കിൽ പോലും ചരിത്രത്തിൽ ഏതെങ്കിലും അറബി പേരുള്ള ഒരാൾ ചെയ്തത്, ഞാൻ അറബി പേരിനെ വേണ്ട, ഖാൻ എന്ന് പേരുണ്ട്, ഇത്തമാനെ മുസ്ലിം ആക്കും, ചെങ്കിസ് ഖാനെ മുസ്ലിം ആക്കിയത് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മൊത്തം മുസ്ലിങ്ങൾ ചരിത്രപരമായി ചെയ്ത ക്രൂരതയായിട്ടാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊന്നും ചെയ്ത കാര്യങ്ങൾ ക്രൈസ്തവതയുടെ ക്രൂരതയായിട്ടോ. അതിന് വേറെ കുറെ ടേംസ് ഒക്കെ ഉണ്ട്, കൊളോണിയലിസം. അവിടെ അറബി പേരുള്ള ആളാണോ, അയാൾ മതപരമായി ഡ്രിവൺ ആണോ, മതം ഫോക്കസ് ചെയ്യുന്ന ആളാണോ, മതപരമായിട്ടാണോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, ഇതൊന്നും നോക്കില്ല. മുസ്ലിം പേരാണോ, ഖാനുണ്ടോ, അവിടെ മതത്തിന് വേണ്ടി ചെയ്ത ക്രൂരതയായിട്ടാണ്. എന്നാൽ വേറെ ആർക്കും അത് ബാധകമല്ല. വേറൊരാളും മതത്തിന്റെ കേരളത്തിൽ മാത്രം എടുക്കാം, നമ്മൾ മൊത്തം ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസം എന്ന് പറഞ്ഞാൽ അടിച്ചുകൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാസർ, അതുപോലെ തന്നെ കൊടിഞ്ഞി ഫൈസൽ, അതുപോലെ തന്നെ കാസർഗോഡുള്ള റിയാസ് മൗലവി, അതുപോലെ തന്നെ ഫഹദ് മോൻ, പേര് മാറിപ്പോയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തലവെട്ടുകൾ ഇവിടെ ഉണ്ട്. ആരും കൊലകൾ ഒരു തവണ പോലും ആവർത്തിക്കപ്പെടുന്നില്ല. ആ തലയേക്കാൾ വലുതാണ് ഈ കൈ എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് കൈ ചെറുതെന്നല്ല, കൈ വളരെ ഭയങ്കര വലിയ പ്രശ്നമാണ്. അത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കേസിൽ ആ ആരോപിതരായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് തെളിയിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതിയുടെ സമുദായം വന്നിട്ട് കേരളം മുഴുവൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടോ? ഇവിടെ മുസ്ലിങ്ങളിൽ ഒന്നിലധികം സംഘടനകൾ കേരളം മുഴുവൻ ക്യാമ്പയിൻ നടത്തിയതാണ്. അങ്ങനെ ഒരു കൈവെട്ട് ഇസ്ലാമികമല്ല, അങ്ങനെ ഒരു പ്രതികരണം ഇസ്ലാമികമല്ല എന്നുള്ളത്. ഇവിടെ ഏതെങ്കിലും ഒരു സമുദായ അംഗങ്ങളോ സമുദായ പ്രസ്ഥാനങ്ങളോ സമുദായത്തിലെ ഏതെങ്കിലും ഒരു കൂട്ടരെങ്കിലും ഇത് ഹൈന്ദവതയല്ല, ഇത് ക്രൈസ്തവതയല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല പറയുന്നത്, ബൈബിൾ ഇങ്ങനെയല്ല പറയുന്നത് വിശദീകരിക്കുന്നത് പോലുമില്ല.
അപ്പോൾ ഇത് ഞാൻ പറയുന്നത് അങ്ങനെ വിശദീകരിക്കണം എന്നല്ല കേട്ടോ. അല്ല, yes. അത് അങ്ങനെ അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു ബാധ്യത വരുന്നില്ല എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അമിത ബാധ്യത വരികയാണ്. Yes, അതെ. അങ്ങനെ എന്നിട്ട് ഇപ്പൊ അങ്ങ് കശ്മീരിൽ ആരെങ്കിലും ഭീകരാക്രമണം നടത്തിയാൽ ഇവിടെ കേരളത്തിൽ ഓരോ മുസ്ലിം എന്ത് ചെയ്യണം, മാപ്പ് പറയണം. അത് മാപ്പ് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇടാത്ത മുസ്ലിങ്ങളെല്ലാം അപരാധികളാണ്. അവര് വിശദീകരണം കൊടുക്കണം, അപേക്ഷിക്കണം, ഇത് ഞങ്ങൾ അങ്ങനെ കാണരുത്, ഞങ്ങളുടെ ടീമല്ല, ഞങ്ങൾ വേറെ വേറെ ടീമാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്നെ മതേതരവാദിയായിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റാം. അടുത്ത ഭീകരാക്രമണം വരെ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു അമിത ഓവർ ബാധ്യത. ബേർഡൻ കൊടുക്കുകയാണ്, ഒരു ബാധ്യത കൊടുക്കുകയാണ്. ഇതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാസി ജർമ്മനിയിൽ ജൂതന്മാർ അനുഭവിച്ചതും ഇത് തന്നെയായിരുന്നു, ഈ ഒരു അപരവൽക്കരണം. അപ്പോൾ ഈ അപരവൽക്കരണത്തിലേക്ക് ആഡ് ചെയ്യാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഓരോന്നും. അപ്പോൾ വെച്ചാൽ ഈ സമുദായം ഇങ്ങനെ തന്നെയാണ്, അവരൊരു എന്ത് വന്നാലും ഇങ്ങനെ നമുക്കൊരു പൊളൈറ്റായ ഒരു സൊസൈറ്റിയിൽ കൂട്ടാൻ പറ്റാത്ത, ഒരു മാന്യമായി എൻഗേജ് ചെയ്യാൻ പറ്റാത്ത കുറച്ചൊരു പ്രാകൃതമായ ഒരു മാറ്റി നിർത്തേണ്ടുന്ന ഒരു സൊസൈറ്റി ആണിത് എന്ന് വരുത്തി തീർക്കാനുള്ള ആ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പണി തന്നെയാണ് ഇവരെല്ലാവരും ചെയ്തത്. ചെറിപ്പിക്ക് ചെയ്ത് ഓരോ കാര്യം എടുത്തിട്ട് ഈ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര 1 കോടിയിലധികം 1 കോടിയോളം മുസ്ലിങ്ങളുണ്ടല്ലോ. ഈ 1 കോടിയിലെ 100 ആളോ 1000 ആളോ ചെയ്ത കാര്യങ്ങൾ, 1 കോടിയിൽ 1000 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് നൽകണം, അത്രയും ചെറിയ പെർസെൻറ്റേജ് ചെറിപ്പിക്ക് തീർത്തിട്ട് എന്ത് ചെയ്യണം, ഇവർ മുഴുവൻ ഇങ്ങനെയാണെന്ന് വാദിക്കണം. ഇനി ഇതിനെ വേറെ ആസ്പെക്ട് നോക്കിയാലേ, ഇപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇത്രയും മാസങ്ങളായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ഇത് നേരം തിരിച്ചാണെന്ന് ആലോചിക്കുക. ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഒരു ആരോപണമായിട്ട് ബാസക്കെതിരെയോ ഇക്കെതിരെയോ അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ആളുകൾക്കെതിരെയോ അല്ലെങ്കിൽ ഇനി പ്രധാനപ്പെട്ട ഇസ്ലാമിക സംഘടനകളിൽ ഏതെങ്കിലും പ്രഭാഷകനെതിരെ വന്നിട്ടില്ലെങ്കിലോ എത്ര മണിക്കൂറിന്റെ ലൈവ് ഉണ്ടാവും. ഇതിപ്പോ പറഞ്ഞ 5 ലക്ഷം വേണ്ട, 5000 ഉറുപ്പ്യാണെങ്കിൽ പോലും ഒരു പ്രസംഗത്തിന്റെ ടിഎന്റെ വിഷയമാണെങ്കിൽ പോലും 4-5 മണിക്കൂറിന്റെ ലൈവ് അവിടെ ഉണ്ടാവുന്നതാണ്. അവിടെയാണ് ഈ രണ്ട് പേരും ഡീൽ ചെയ്യുന്ന വിഷയത്തിന്റെ ഉദ്ദേശ്യയും ഫോക്കസും എന്താണെന്നുള്ളത്. നമുക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, ആളുകൾക്ക് സത്യം അറിയണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിഷയങ്ങൾ മാത്രം കാണുന്നത്, മറ്റിടത്ത് വിഷയങ്ങളല്ല കാണുക. മറ്റിടത്ത് ഒരാളിനെ വിളിച്ചു, ഇന്നയാൾ അങ്ങോട്ട് പോയി, കോയ ഇത് ചെയ്തു, മുസ്ലിം അത് ചെയ്തു, ഭീഷണിപ്പെടുത്തി, ഇത്തരം വിഷയങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒന്ന് ഞാനായിരിക്കണം ഫോക്കസ് പോയിന്റ്, ഇന്നെ എല്ലാവരും ചർച്ച ചെയ്യണം, ഞാനെന്തോ സംഭവമാണ്. 2 എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ആളുകളെ ബാക്കിയുള്ളവരൊക്കെ വെറുക്കണം. ഈ 2 പോയിന്റിലാണ് നമുക്ക് അവിടെ ചർച്ചകൾ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഇൻബോക്സ് എടുത്തിട്ട് ഇവിടെ ഓരോന്നും പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ലൈവ് ചെയ്യാൻ ഒരു മാസത്തേക്കുള്ള സാധനമുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ ഞാൻ പൊതുവേ ചേർന്നത് വാട്സപ്പിൽ ഇങ്ങനെയുള്ള കുറേ സാധനം വരുമല്ലോ. ഇപ്പോൾ നമ്പർ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയാൽ അറിയില്ല. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനത്തെ മെസ്സേജ് വരും. ഞാൻ നേരെ അതെന്ത് ചെയ്യും, ചൊറി എന്ന് പറഞ്ഞ് ചൊറി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സേവ് ചെയ്യും. പിന്നെ അത് തുറന്നു നോക്കാറന്നില്ല ഞാൻ. അപ്പോൾ ഇത് കാരണം എന്താ, നമുക്കത് വെച്ചാൽ അതിനിപ്പോൾ ആ രൂപത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാവും. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റാണ് ഞാനത്. ഇപ്പം ഇങ്ങനെ തെറി വിളിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് യുക്തിവാദികളാണ് ഡീൽ ചെയ്യുന്നത്. യുക്തിവാദികളുടെ ഭാഗത്തു നിന്നുള്ളവരായിരിക്കുമല്ലോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ അയക്കുന്നത് ഒരു മാക്സിമം ഒരു 100 ആൾക്കാരുണ്ടാവും. ആ ആയിരക്കണക്കിന് ആളുകളിൽ നിന്നൊരു 100 ആളുകളാണ് തെറി വിളിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതാ യുക്തിവാദികൾ എല്ലാവരും ഇങ്ങനെ തെറി വിളിക്കുന്നവരാണ്, വാപ്പാക്ക് വിളിക്കുന്നവരാണ്, തന്തക്ക് വിളിക്കുന്നവരാണ്, അതുപോലെ തന്നെ ഈ വിഭാഗത്തെയാണ് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാറില്ല. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടാവും. സ്വാഭാവിക ഒരു സൊസൈറ്റിയിൽ എല്ലാ തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുന്നതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടാവും. അത് നമ്മൾ ഇഗ്നോർ ചെയ്യാന്നല്ലാതെ ഇതൊരു പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഡൊമൈനിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും എന്തുണ്ടാവും, പേഴ്സണലി അനുഭവങ്ങൾ ഉണ്ടാവും. അത് വെറും ഇപ്പോൾ ഒരു പ്രത്യയശാസ്ത്രമാണ് നിലവിളത്. വെറുതെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ പോലും ഇന്റർവ്യൂവിൽ പറയാറുണ്ട്, തെറി വരുന്ന കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ്, ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഏത് ഞാൻ പറയുന്നത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് മാത്രമായി ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കോർഡിനേറ്റഡ് ആയിട്ട് അറ്റാക്ക് ഇതൊക്കെ. ഏത് ആളുകൾ ഇപ്പം കുറച്ചൊരു 10,000 ആൾ അറിയുന്ന ഏതൊരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കാം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ, ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളാകട്ടെ, മതരംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കുറച്ചൊക്കെ ഒരു വ്യൂവർഷിപ്പ് ഉള്ളതോ അല്ലെങ്കിൽ ഒന്ന് പോപ്പുലർ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ സ്വാഭാവികമായും അവര് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നവരിൽ കുറച്ചൊരു പെർസെൻറ്റേജ്, ഒരു ചെറിയൊരു ഫ്രാക്ഷൻ അങ്ങനെ പ്രതികരിക്കുന്നവരുള്ളതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ഇവർക്കില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനർത്ഥം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ആരോപണ വിഷയങ്ങളിലൊന്നും ഒരു മെറിറ്റില്ല, വെറുതെ ആളുകൾ ചോദിക്കാന്നല്ല, അതിൽ മെറിറ്റുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ എന്നുള്ളത് മാത്രമാണ്. ഞാൻ ഈ തെറിവിളിയുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനറലൈസ് ചെയ്യുന്നതാണ്. അതാണ് ഒരു സമുദായത്തെ അപരവൽക്കരിക്കുക എന്നുള്ളത്. ഇതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ക്രൈസ്തവരായ ആളുകൾ അവരോട് ചോദിച്ചാൽ അവർക്ക് കിട്ടുന്നുണ്ടാവും ഇങ്ങനെ സംഭവം. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അത് ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ മാത്രം ഈ രൂപത്തിലാക്കുക എന്നുള്ളത് ഈ ജനറലൈസേഷൻ പ്രക്രിയയാണ് നമ്മൾ ഫാസിസം എന്ന് വിളിക്കുന്നത്. അതായത് ഫാസിസം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ മൈനോറിറ്റിയിൽ ചില ആളുകൾ ചെയ്യുന്ന കാര്യത്തെ
പെരുപ്പിച്ച് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് കളവ് പറഞ്ഞിട്ടോ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടർക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേ സാധനമാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നതാണ്. അതെ അതെ. പിന്നെ അതിൽ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ തെറി വിളിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ വ്യക്തിപരമായി അതിലേക്ക് കൂടുതൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. മെറിറ്റിൽ വിഷയങ്ങളുണ്ടെങ്കിൽ അത് മെറിറ്റിൽ ഡീൽ ചെയ്യപ്പെട്ടിട്ടെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു പൊസിഷൻ. അതിൽ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇടപെടുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഇങ്ങനെ പിന്നെ വിഷയാധിഷ്ഠിതമായി ആളുകളില്ലേ എന്ന് പറഞ്ഞു കണ്ട് നിലവിളിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് 3 കാര്യങ്ങളാണ് ആവശ്യപ്പെടാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, ഞങ്ങൾ ഇതുവരെ 20ഓളം നുണകളാണ് പിടിച്ചത്. ഇതിൽ ഒരാള് ഒരു ഞാൻ നുണ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറി. പിന്നെ രണ്ടാമത്തെ ആള് 2 നുണകളുടെ വിഷയത്തിൽ പ്രതികരിച്ചു. ആ വിഷയത്തിൽ നമ്മൾ രണ്ടാമത് പ്രതികരിച്ചപ്പോൾ പിന്നെ ആ വഴി ഇങ്ങനെയാണ് ഈ നുണകളോടുള്ള ഇതുവരെയുള്ള പ്രതികരണം. ഈ ബാക്കി ഇപ്പം പോട്ടെ, ഈ പറഞ്ഞ മാക്സിമം 3 നുണകൾ മാറ്റി വെച്ചാൽ ബാക്കി 17 നുണകൾ നമ്മളൊരു ബാക്കി വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. അപ്പോൾ ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ബാക്കി നുണകളുടെ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ഓക്കെ, വ്യക്തിഹത്യ നടത്തുന്നവരൊക്കെ നിങ്ങൾ അങ്ങനെ ഡീൽ ചെയ്തോളൂ. പക്ഷേ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എവിടെ? നുണകൾ പറഞ്ഞത് നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ, അതല്ല അത് നുണയല്ലേ? എന്താണ് അതിനുള്ള പ്രതികരണം? ആശയപരമായി അതിനോടുള്ള പ്രതികരണം എവിടെ ഈ ചോദ്യത്തിന്? അതുപോലെ തന്നെ ഫാക്ട് ചെക്ക്, നമ്മൾ ഒരു ഏകദേശം 10ഓളം ഫാക്ട് ചെക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനുള്ള മറുപടി എവിടെ? അതുപോലെ തന്നെ നിങ്ങൾ ഉയർത്തുന്ന ഏകദേശം എല്ലാ വിഷയങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു വിമർശനം പോലും നമ്മൾ ടച്ച് ചെയ്യാത്തില്ല. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ്, നമ്മൾ ഈ മുസ്ലിം ആയാൽ ഷഹാത്തുകളെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാൾ എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ ഇസ്ലാം വിമർശനമായിട്ട് മാറുകയാണെങ്കിൽ ഫസ്റ്റ് ഷഹാത്ത് പോലെ ചെയ്യേണ്ട കാര്യമാണ് ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹത്തെ വിമർശിക്കാന്നുള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെ ഷഹാത്ത് പോലെ ചെയ്യുന്ന ഒരു സാധനം, അതിന് നമ്മൾ എന്തായാലും ടൈറ്റിൽ എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹം വിമർശകർക്ക് സ്വാഗതം. ലൈവായിരുന്നു ക്ലബ് ഹൗസ്, 3 മണിക്കൂർ എല്ലാ വിമർശകർക്കും വരാൻ ക്ലബ് ഹൗസിൽ അന്ന് നടന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആ വിഷയം വീണ്ടും ലെറ്റ്സ് ടോക്കിൽ എടുത്തു. അത് വീണ്ടും നമ്മളത് ഇപ്പൊ 100,000-ഓളം ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ പ്രായം, അതുപോലെ തന്നെ പ്രായത്തിന്റെ വ്യത്യാസം, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ദിവസം എന്ന് പറഞ്ഞ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഭീകരവാദം, അല്ലെ ഭീകരവാദം, അത് അതിന്റെ മുസ്ലിം സംഘടനകൾ ഭീകരത ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഫിത്ന അവസാനിക്കുന്ന ഒരു യുദ്ധം, ഇങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെ ഇറക്കിയിട്ടുള്ള അതെല്ലാം ഇവിടെ പൊളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പുതിയതായിട്ട് കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരും. ഞങ്ങൾ ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന ഇസ്ലാമിന്, ഞങ്ങൾ എന്ന് പറയുന്ന വ്യക്തികളല്ല, ഇസ്ലാമിന് ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന, ഇസ്ലാമിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന ഏതെങ്കിലും വിമർശനങ്ങളിൽ ഇനിയും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. നിങ്ങൾ പറഞ്ഞ 100 കണക്കിന് വിമർശനങ്ങൾ നമ്മളല്ലാതെ മറുപടി പറയാൻ തുടങ്ങി കേട്ടോ. ഇതിനു മുമ്പ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഏതൊക്കെ വിമർശനങ്ങൾ എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സ്പോട്ടിൽ തീർത്തിട്ടുണ്ട്. അതിനി എത്ര പിന്നിലേക്ക് വരും, ഗസാലി ഇമാം ആണെങ്കിലും ഇബ്നു തൈമിയ്യ ആണെങ്കിലും റഹിമഹുമുള്ള, ഇതിൽ എത്ര പിന്നിലേക്ക് പോയാലും എവിടെ നിന്നാണോ വിമർശനം തുടങ്ങിയത് ആ വർഷം തന്നെ പല വിമർശനങ്ങൾക്കും മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താത്ത 2025 പുതിയ വിമർശനം വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ നുണക്കേ മറുപടി പറയുന്നില്ല, എങ്ങോട്ടല്ലേ പുതിയ വിമർശനം. നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ ഏത് പുതിയ വിമർശനമാണെങ്കിൽ പോലും നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ഉള്ള ആളുകൾ, കോൺഫിഡൻസ് ഉള്ള ആളാണ്. നമ്മളെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകത, വീണ്ടും പറയുന്നു, ഈ ആശയം അത് സത്യമാണെന്നും അത് ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്താലും അതിലെ സത്യതയെ തുറന്ന മനസ്സുള്ള ആൾക്ക് ബോധ്യപ്പെടൂ എന്നും ഉറപ്പുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം വിമർശനങ്ങളെ, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത വിഷയമാണെങ്കിൽ പോലും ഞങ്ങളൊന്ന് പഠിച്ചാൽ അതിന് ഉത്തരം ഞങ്ങൾക്ക് കിട്ടും എന്ന് അറിയുന്ന അത്തരത്തിൽ കോൺഫിഡൻസ് ഉള്ള രീതിയിൽ ഇസ്ലാമിനെ അപ്രോച്ച് ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, മുന്നോട്ട് വെക്കാന്നുള്ളതാണ്. അത് ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം മുസ്ലിം സൊസൈറ്റിയുടെ എല്ലാ, ഇപ്പോൾ നേരത്തെ ഗസാലി ഇമാമാവട്ടെ ഇബ്നു തൈമിയ്യ ആവട്ടെ, എല്ലാ കാലഘട്ടത്തിലും ഈ രൂപത്തിലാണ് മുസ്ലിങ്ങൾ ചരിത്രപരമായി ഇങ്ങനെ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ വരികയാണെങ്കിൽ മക്തി തങ്ങളൊക്കെ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു മിഷണറിമാരുടെ പ്രവർത്തനങ്ങളോടുള്ള പിന്നെ പ്രതികരണമാണ്. അതുപോലെ തന്നെ എം അക്ബർ സാഹിബ്, ഇങ്ങനെയുള്ള കേരളത്തിൽ എടുത്താൽ പോലും ഇങ്ങനെയുള്ള ഒരു ചരിത്രമാണ് മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിക്കുക. ആ ലെഗസിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും 5 ലക്ഷവും 5 റുപ്യയും 10 റുപ്യയും കൊടുത്തിട്ട് അങ്ങോട്ട് അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഡീൽ ചെയ്തോളൂ. പക്ഷേ ഈ ആശയപരമായ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഇത്തരം നുണകളും ഇവിടെ ബാക്കിയാണ്. അതിൽ ഡീൽ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ പിന്നാലെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് പറയുക, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിന് വ്യൂവർഷിപ്പും ഭയങ്കര സംഭവിക്കും. ഇങ്ങനെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് ഈ വ്യക്തിപരമായ തർക്കങ്ങൾ, ഫാമിലി വ്ളോഗുകൾ, പേഴ്സണൽ വിഷയങ്ങൾ, ഡിവോഴ്സ്, ഇതിനൊക്കെയുള്ള വ്യൂസ് കൂടുതൽ കാണാൻ പറ്റും. എന്തോ ഇപ്പൊ ഇവർക്ക് ഇത്ര വ്യൂസ് എന്ന് വെച്ചാൽ അവർ പറയുന്ന അങ്ങനത്തെ മസാല കഥകളാണ്. സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടും. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ എനിക്കൊരാൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. എൻ്റെ ഫോട്ടോ,
എൻ്റെ അനിയൻ്റെ ഫോട്ടോ, എൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ, അതിൻ്റെ ഇപ്പുറത്തും ഉസാമ ബിൻ ലാദൻ്റെയും പിന്നെ ബഗ്ദാദിയുടെയും ഫോട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കേസ് കൊടുത്തുകൂടെ ചോദിച്ചിട്ട് ഒരാൾ എനിക്ക് അയച്ചു. സംഭവം വെച്ചാലും നല്ല കേസ് കൊടുക്കാൻ വിഷയതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ, ഒന്നാമത് അതിന് പിന്നാലെ പോകാൻ കുറേ സമയം വേണം. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ അതല്ലല്ലോ നമ്മുടെ ഒരു ഫോക്കസ്. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ തന്നെയുള്ള സമയം ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ ആ ഒരു സംഭവം ഇങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. മീൻസ് ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ ഒരു മനുഷ്യന്റെ ബേസിക് മനുഷ്യാവകാശമോ അല്ലെങ്കിൽ മാനുഷികമായ വികാരങ്ങളോ വെച്ചിട്ട് നമ്മളെ ഫാമിലിയെ പറയാ, ഉപ്പാനെ പറയാ, അതിനെ ഈ രൂപത്തിൽ തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തി ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യക്തിപരമായി ഭയങ്കര സെൻസിറ്റീവായി അല്ലെങ്കിൽ കുറെ സെന്റി അടിച്ച് കുറെ പറയാവുന്ന അത് നമ്മളൊന്ന് വിഷയമാക്കി എടുത്താലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ കുറെ ദിവസം ലൈവ് അതിന്റെ പിന്നെ അങ്ങനെ വിഷയമാക്കി എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അറിയില്ല. ഇഗ്നോർ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ആർക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ ഉപ്പാനെ വിളിക്കുക അല്ലെങ്കിൽ ഫാമിലിയെ പറയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനോട് ഒന്നാമത് അത് ഇഗ്നോർ ചെയ്ത് പോകാറാണ്. നമ്മളത് ആരെങ്കിലും അയച്ചെന്ന് കാണും, അത് വിട്ടുപോകുന്നല്ല. ഈ ടീമാട്ടോ ഒരു ഉമ്മാനെ വിളിച്ച് റെക്കോർഡിട്ടപ്പോ കരയുന്നത്. അതെ. അപ്പോൾ ഏതായാലും അതൊക്കെ നമ്മൾ അങ്ങനെ വിടാറുള്ളൂ. നമുക്ക് ആശയപരമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രധാനം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊക്കെ അതിന്റെ വഴിക്കാട്ട് പോട്ടെ, അവർക്ക് ഓരോരുത്തർക്ക് അതിൽ വഴിയൊരു മെന്റൽ ഓർഗാസം കിട്ടുന്നുണ്ട്, അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന രൂപത്തിലാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. പക്ഷെ ഇവർക്ക് ഇതിങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് അത് പർവ്വതീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളതാണ്, ഞങ്ങൾ എക്സ്പോസ് ചെയ്ത നുണകൾ അത് ഓരോന്നായി എടുത്തുകൊണ്ട് അതിന് മറുപടി പറയാൻ ധൈര്യമുണ്ടെങ്കിൽ, അതിന് ആർജവമുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫാക്ട് ചെക്ക് സീരീസ്, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നു, അതിലെല്ലാത്തിനും കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസും ഖുർആനും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഏകദേശം എല്ലാ നുണകൾക്കും നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ നിങ്ങൾക്ക് മുമ്പിൽ വിമർശനങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അത് ഒരു ഭാഗത്ത്, അതിന് നിങ്ങളുടെ മറുപടികൾ ഇവിടെ, അതിന് ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഇങ്ങനെ കുറേ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് അവരങ്ങനെയാണെന്ന് പറയാൻ മാത്രമേ സമയമുള്ളൂ എന്നാണെങ്കിൽ അത് തുറന്ന് പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത്, ഇത്തരക്കാരായ ആളുകൾ പിന്നെ ആശയപരമായ ചർച്ചക്ക് മുട്ടി നിൽക്കുകയാണല്ലോ. ഞങ്ങൾ ഈ പറഞ്ഞ ജബ്ബാറിനെ തന്നെ നമ്മൾ എത്ര കാലമായി വിളിക്കുന്നു. 3 വിഷയങ്ങൾക്കാണ് നമ്മൾ നേരിട്ടുള്ള സംവാദത്തിന്, ഓഫ്ലൈൻ ആയിക്കൊണ്ടുള്ള സംവാദത്തിന് നമ്മൾ നമ്മുടെ അൺമാസ്കിങ്ങിന്റെ പോളിസി പ്രകാരം 2 ആളുകളെയാണ് നമ്മൾ ഓഫ്ലൈൻ സംവാദത്തിന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ പോളിസി പ്രകാരം ജബ്ബാറോ രവിചന്ദ്രനോ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായി ഞങ്ങൾ ഓൾറെഡി വിഷയമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായി നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാണെങ്കിൽ അതിന് തയ്യാറാണെങ്കിൽ വരാം. ക്ഷീണം മാറിയെങ്കിൽ വരാം. അതെ. അപ്പോൾ അതെവിടെ? അപ്പോൾ ആശയ സംവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കൊക്കെ മുട്ടി നിൽക്കുകയാണെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ ഒരിക്കലും പറയില്ല കേട്ടോ, സംവാദത്തിന് വിളിച്ചു എന്നുള്ളത് വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങളുടെ ഒരു വിവേചനാധികാരമാണ്. പക്ഷെ നിങ്ങൾ വരാതിരിക്കുകയും അതേസമയം പറയുകയും ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ ബാക്കി ചെറിയ ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെ വിളിച്ചു. നമ്മൾ 3 മണിക്കൂറാണ് ഇവിടെ തന്നെ ഇരുന്ന് കാത്തുന്നത്. ഒരാൾ സംവാദത്തിന് വരാനൊക്കെ പറഞ്ഞ്. ഇപ്പോൾ സ്വയം പ്രഖ്യാപിക്കുന്ന ആരിഫ്, അയാള് ഈ വഴിക്കേ വന്നിട്ടില്ല. നമ്മുടെ ചാനലിന്റെ താഴെയുള്ള കമന്റ്സ് ഒക്കെ ഈ ഫാൻസ് ഉണ്ടല്ലോ, ആരിഫുമായിട്ട് മുട്ടാൻ ദൈവമുണ്ട്, നിങ്ങളുടെ ലൈവിലേക്ക് ആരിഫിനെ വിളിക്കാൻ. ഇപ്പൊ നമ്മൾ ഈ ലെറ്റ് സ്റ്റോക്ക് നടത്തുമല്ലോ, അതിലേക്ക് ആർക്കും കയറാം. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടോ, അതിൽ ആർക്കും കയറാം. അതിപ്പോ നിങ്ങൾ പറയുന്ന ഏത് ഫോളോവേഴ്സുള്ള ആളുകളാണെങ്കിലും താഴത്തെ ലിങ്ക് ഉണ്ട്. അതെ, അല്ല അതിൽ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ സാധാരണക്കാരായ ആളുകളോട് സംവാദം നടത്താതെ നിങ്ങൾ ആരിഫുമായി നടത്തുന്ന ആരിഫിനെ ലൈവിലേക്ക് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ഈ പറയുന്ന ആൾക്കാരറിയാം, വളരെ സാധാരണക്കാരായ, ഇനി സാധാരണക്കാരാണോ ഇവര് തന്നെ ഏർപ്പാടാക്കുന്ന, അവരെ ഫോണും വിളിച്ചും കണ്ട് സംഭവം നടത്തുന്ന ആൾക്കാരാണ് പറയുന്നത്, സാധാരണക്കാരോട് സംസാരിക്കുന്നു. അപ്പം അവർക്ക് ഈ ആരിഫിനാകട്ടെ ആർക്കും അതിലേക്ക് കയറി വരാം. ഇനി അതല്ലാതെ ഈ പറഞ്ഞ ആളുകൾക്ക് പ്രത്യേക പരിഗണന സംവാദം നടത്താൻ ഓൺലൈൻ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് 2 പേര് 2 പക്ഷത്ത് ഇരുന്നുകൊണ്ട് സംവാദം നടത്താൻ തുല്യ സമയം വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് വിളിച്ചിട്ടുണ്ട്. ഇനി അത് സ്റ്റുഡിയോ ഓഫറും കൊടുത്താണ്. അതെ, സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് നേരിട്ടും ഉള്ള ഓഫറൊക്കെ കൊടുത്തതാണ്. ആരിഫ് ഈ വഴിക്ക് വന്നിട്ടില്ല, വേറൊരാൾ വന്നിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നമ്മള് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്തത്, അല്ലെ? ഈ എന്തായാലും ലൈവിൽ വന്നില്ലേ, ഒന്ന് സംവദിച്ചിട്ട് പോ എന്നാണ് പറഞ്ഞത്. അത് അത്രയും കോൺഫിഡൻസ് ഉള്ള വിഷയമാണ്. ഇടക്കിടക്ക് പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്ക് കിട്ടിയാൽ ആരെയും തകർത്ത് കിടന്നൊക്കെ പറഞ്ഞ വിഷയത്തിലാണ് ലൈവിൽ കയറിയിട്ട് എന്തുകൊണ്ട് സംവാദത്തിന് ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് ഇത്ര 10-20 മിനിറ്റ് സംസാരിച്ചു പോയി. ആ സമയം വിഷയം അവതരിപ്പിച്ചിട്ടാണെങ്കിൽ മൂപ്പർക്ക് ഒരു ദഴവത്താവുമായിരുന്നു, പ്രബോധനമായിരുന്നു. അപ്പോൾ അത്ര ഇവരൊക്കെ സംസാരം കേട്ടാന്ന് തോന്നുക, ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, മുസ്ലിങ്ങളൊന്ന് കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവർ വേറെയും കുറെ ന്യായങ്ങൾ പറയാം, ഓഫ്ലൈൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ശരിക്കും ഇവർക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി
കടിച്ചു കയറാൻ കാത്തുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഉപയോഗിക്കണം. അതെ, അപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ എന്ന് പറയുമ്പോൾ ഓൺലൈനാണ്, അപ്പൊ ഏത് വഴിക്കാണെങ്കിലും ഞങ്ങൾ തീർത്തരാം എന്ന് പറഞ്ഞ് വരികയല്ല വേണ്ടത്. അതല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു പോളിസി ഉണ്ട്. അതെന്താ വെച്ചാൽ പിന്നെ അതിന് പറ്റിയ ആൾക്കാർ, അതായത് ജബ്ബാറോ രവിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൈത്രേനോ ജബ്ബാറോ രവിയോ അങ്ങനെയുള്ള കുറച്ച് അറിയപ്പെടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെയുള്ള സംവാദത്തിന് തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ജബ്ബാറോ രവിക്കൊക്കെ ഓൺലൈന് വരികയാണെങ്കിൽ നമ്മൾ പരിഗണിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഓഫ്ലൈൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു പോളിസി അതാണ്. ഓക്കെ, ഞങ്ങളത് അതിനപ്പുറത്തേക്ക് ഓൺലൈൻ വ്യാപാരികൾക്കും വ്ളോഗേഴ്സിനും അത്ര പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ആ നിലക്ക് ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്, അത്രയും കടിച്ചു കയറാൻ കാത്തു കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയല്ലേ വേണ്ടത്. അവിടെ പിന്നെ ആ കണ്ടീഷൻ ഉണ്ട്, ഈ കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെയാണെങ്കിലേ ഞാൻ വരുള്ളൂ, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഞങ്ങൾ തുല്യ സമയവും അതുപോലെ തന്നെ കൃത്യമായ ആ സംവാദം മാത്രം നടക്കുന്ന ഒരു ലൈവിനാണ് വിളിച്ചിട്ടുള്ളത്. അതായത് അവരുടെ പേഴ്സ്പെക്റ്റീവ് പ്രകാരം അവരുടെ ആവശ്യമാണ് സംവാദം. അതെ, ഓലെ സംബന്ധിച്ച് അവർക്ക് എന്തോ ഭയങ്കര സ്കോർ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ മുന്നിലേക്ക് നിൽക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് സംവാദം. മാത്രമല്ല ഇതിൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഷുക്കൂർ സാഹിബ് ആരിഫിന്റെ ലൈവിലേക്ക് അങ്ങോട്ട് പോയി സംവാദം നടത്തി. നമ്മൾ ഇപ്പൊ യുഎന്റെ തന്നെ ചരിത്രം, ഇപ്പോൾ ഷാഹുൽ ഹമീദ്, ഞാനും ഒക്കെ ഇവരുടെ ചാനലുകളിലേക്ക് അങ്ങോട്ട് പോയിട്ട് സംവാദം നടത്തിയിട്ടുള്ളത്. ഷുക്കൂർ സാഹിബ് ആരിഫിന്റെ ചാനൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടടക്കം ഏറ്റുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ അവസാനം ആരിഫ് ഷുക്കൂർ ഖാനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ കട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ചാനലാണ്, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ ചാനൽ അങ്ങനെയാണല്ലോ, പിന്നെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. നിങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ചുള്ള സംവാദം ഉണ്ടാവില്ല മൂപ്പര അന്നേ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വരാത്തത്, ഇങ്ങോട്ട് വാ. ഇവിടെ വ്യവസ്ഥ അനുസരിച്ചുള്ള സംവാദം ഉണ്ട്. ഇവിടെ സംവാദമാണെങ്കിൽ മ്യൂട്ട് ചെയ്യൂല. അതിന് അല്ലാതെ സംവാദം എന്ന് പറഞ്ഞു കണ്ട് വേറെ പല എന്തുകൊണ്ട് സംവാദത്തിന് വരുന്നില്ല എന്നുള്ള താത്വികമായ അവലോകനമാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഇടപെടേണ്ടി വരും. അതല്ലാതെ സംവാദമാണെങ്കിൽ നിങ്ങളുടെ സമയത്ത് മ്യൂട്ട് ചെയ്യാതെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് ധൈര്യമുണ്ടെങ്കിൽ, അതിന് ആർജവും ഉണ്ടെങ്കിൽ അതിന് വരിക. അത് ഇനിയിപ്പോൾ സംവാദത്തിന് വരാനുള്ള പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സംവാദത്തിന് വരാൻ പറ്റിക്കൊള്ളൊന്നുമില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ഞങ്ങൾ പിടിച്ച നുണകൾക്ക് അത് നുണയല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും കാണിക്കുക. അത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ ചെറിയ ഫ്രാക്ഷനെ ഉയർത്തി കാണിച്ചുകൊണ്ട്, അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഇരവാദ നാടകങ്ങൾ കളിക്കുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ആ കരച്ചിലുകൾ അവസാനിപ്പിച്ച് വിഷയാധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് വരിക എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ രൂപത്തിൽ മാന്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് തയ്യാറാവേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ചാനലുകളിൽ ഈ വിഷയം ഇനി എന്തായാലും ഡീൽ ചെയ്യാൻ പോകുന്നില്ല, അതിനെ പരാമർശിക്കാൻ പോകുന്നില്ല. അത്രയും കൂടുതൽ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നതോടൊക്കെയാണ് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങളുടെ പോളിസി ഇതാണ്. വിഷയങ്ങൾക്കാണ് പ്രാധാന്യം, വിഷയാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ എടുക്കേണ്ടത്. അത് ആ രൂപത്തിലായിരിക്കണം, മാന്യമായ ചർച്ചകളായിരിക്കണം നടക്കേണ്ടത്. ഞങ്ങളുടെ ചർച്ചകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ലെറ്റ്സ് ടോക്കും അതുപോലെ തന്നെ ലൈവ് സെക്ഷനും ഒക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയലുകളും അല്ല, അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ നിലക്ക് ഡീൽ ചെയ്ത് പോവുക, അതിൻ്റെ മെറിറ്റിൽ ഡീൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആശയപരമായ ചർച്ചകൾക്ക് നമ്മൾ ഏത് സമയത്തും ഓപ്പണാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അത്തരത്തിലുള്ളൊരു മാന്യമായ ഒരു അന്തരീക്ഷത്തിലുള്ള അന്വേഷണങ്ങളും ചർച്ചകളും സംവാദങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.